മൽബറിയുടെ മധുരം ലളിതമാക്കുന്ന മധുരക്കള് നാളികേരത്തെ നാനാവിധമാക്കി നാരുപോലിറങ്ങുന്ന തേങ്ങാവെള്ളത്തിൽ പാമ്പാടി രാജൻ കുതിക്കുന്ന പച്ചക്കരിമ്പിൻ പാടത്തിൽ നിന്ന് എവിടെയോ പോയി ഇവിടെ വരുന്ന വെളുവെളുത്ത പഞ്ചാരത്തരികൾ ചേർത്തൊരു പകൽ പുറത്തും പിന്നെ ഫ്രിഡ്ജിനകത്തും വെച്ചാൽ ദാ തെങ്ങിൽ നിന്നിപ്പം ചെത്തിയ കള്ളിന്റെ മാതിരി മധുരക്കള്ള് നമുക്ക് മുമ്പിൽ റെഡിയായി. മായവുമില്ല മാരിയുമില്ല, മധുവിധമാർന്ന മധുരക്കള്ള് മാത്രം. സ്പോഞ്ച് പോലുള്ള വെള്ളയപ്പം, പാലപ്പം, വട്ടയപ്പം തയ്യാറാക്കാൻ ഇതിലും താണതരമേ തലശ്ശേരിയിലുള്ളൂ. അസൽ തെങ്ങിൻ കള്ളിനെ വെല്ലുന്ന തെങ്ങിൻ മധുരക്കള്ള്. ചന്തയിൽ ചന്തമായിരിക്കുന്ന ഹോമിയോ ഗുളികകൾ പോലത്തെ ഈസ്റ്റോ, കുമ്മായം പോലിരിക്കുന്ന സോഡാപ്പൊടിയോ, കള്ളശാപ്പിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിവെള്ളം കലക്കിയ കള്ളോ ചേർത്തിനി അപ്പത്തിന്റെ രുചി കളയല്ലേ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക കള്ള, അതായത് നമ്മൾ തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന കള്ളിൻ്റെ അതേ രുചിയിൽ നമ്മുടെ തേങ്ങാവെള്ളം ഉപയോഗിച്ചുണ്ടാക്കുന്ന കള്ള. അതാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. അതെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു മുഴുത്ത തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ വെള്ളം ഒരു പാത്രത്തിലെടുത്ത് 1.5 സ്പൂൺ പഞ്ചസാര അതിലേക്ക് ചേർത്ത് അതൊരു കുപ്പിയിൽ ഒഴിച്ച് നന്നായി കുലുക്കി വയ്ക്കുക. രാവിലെ പൊട്ടിച്ച് വെക്കുന്ന തേങ്ങാവെള്ളം 4 മണി വരെ അത് നമുക്ക് വെളിയിൽ തന്നെ നമ്മൾ ആ കുലുക്കി വെച്ച് അവിടെ തന്നെ ഇരിക്കുക. വൈകുന്നേരം ആകുമ്പോൾ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അത് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ഡോറിലെ തട്ടിൽ വെച്ചാൽ മതി. ആ വെക്കുന്ന തേങ്ങാവെള്ളം 3-4 ദിവസം ഫ്രിഡ്ജിൽ ഇരിക്കണം. എന്നാൽ നമ്മൾ ഈ തയ്യാറാക്കുന്ന തേങ്ങ ചെറിയ തേങ്ങ, ഒരു മീഡിയം സൈസ് തേങ്ങയാണെങ്കിൽ അതിൻ്റെ വെള്ളം അധികം കാണുകയില്ല. അപ്പോൾ അതിന് ഒരു സ്പൂൺ പഞ്ചസാര അല്ലെ ഒരു 1/4 സ്പൂൺ പഞ്ചസാര ചേർത്താൽ മതിയാകും. അങ്ങനെ തേങ്ങാവെള്ളത്തിൻ്റെ അളവിനനുസരിച്ചാണ് നമ്മൾ പഞ്ചസാര ചേർക്കേണ്ടത്. അല്ലാതെ ഇച്ചിരി വെള്ളമേ ഉള്ളെങ്കിൽ നമ്മൾ 1.5 സ്പൂൺ പഞ്ചസാര ചേർക്കേണ്ട. തേങ്ങാവെള്ളം എന്തരയുണ്ടോ അതിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ അതിലേക്ക് പഞ്ചസാര 1 സ്പൂൺ, 1/4 സ്പൂൺ, 1.5 സ്പൂൺ ഇങ്ങനെ അളവിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് വയ്ക്കുക. ഇത് 3 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മതിയാകും. ആകുമ്പോൾ ഈ തേങ്ങാവെള്ളം നമുക്ക് ഈ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് നമുക്ക് തയ്യാറാക്കാനുള്ള അപ്പത്തിന് വേണ്ടി ഉപയോഗിക്കാം. നമ്മൾ ഈ തേങ്ങാവെള്ളം അഥവാ നമ്മുടെ തേങ്ങാവെള്ളം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ മധുരക്കള്ള് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് വെള്ളയപ്പം, പാലപ്പം, വട്ടയപ്പം, ഈ 3 അപ്പത്തിനും നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന ഈ അപ്പത്തിന് നമ്മൾ ഷാപ്പിൽ നിന്ന് മേടിച്ചുണ്ടാക്കുന്ന കള്ള് ചേർത്തുണ്ടാക്കുന്ന അപ്പത്തിൻ്റെ രുചിയോ ഈസ്റ്റ്, സോഡാപ്പൊടി ഇവ ഒക്കെ ചേർത്ത് വെച്ചുണ്ടാക്കുന്ന അപ്പത്തിൻ്റെ രുചി ഒന്നുമല്ല. പണ്ടത്തെ കാലത്ത് നമ്മുടെ വീടുകളിൽ ചെത്തിയെടുക്കുന്ന തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന ആ കള്ളിൻ്റെ മധുരക്കള്ള, കൊണ്ടുവരുന്ന പാത്രത്തിൽ നിന്ന് അന്നേരം എടുത്ത ആ കള്ളിൻ്റെ അതേ രുചിയും അതേ ഗുണവുമുള്ള കള്ളാണ് നമുക്ക് ഈ തേങ്ങാവെള്ളം ഉപയോഗിച്ച് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കള്ളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം ആകുമ്പോൾ അരി അരയ്ക്കുന്നതിന് വേണ്ടി റെഡിയാക്കുക. അതിനായി ഒരു 2 നാഴി അരി എടുത്ത് അതിന് നികക്ക വെള്ളം വരുന്നത് പോലെ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് തിളപ്പിച്ചെടുക്കുക. ആ വെള്ളം ഈ അരിയിലേക്ക് നമ്മൾ ഒഴിച്ച് ഒരു തവി കൊണ്ട് നന്നായി ഇളക്കുക. ഒരു 2 മിനിറ്റ് അത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ആ വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും അതിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിക്കുക. തണുത്ത വെള്ളം ഒഴിച്ച് അത് വീണ്ടും നമ്മുടെ കൈ കൊണ്ട് തിരുമ്മി കഴുകുക.
ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, സാധാരണ നമ്മൾ അങ്ങനെ അരി കഴുകാതെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ അപ്പത്തിനൊരു ചെറിയ കയ്പ്പ് മയം ഒക്കെ ഉണ്ടാകും. ഇതൊന്നുമില്ലാതെ നല്ല ടേസ്റ്റോടെ നല്ല മയമുള്ള അപ്പം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് ഇത് കഴുകുന്നത്. ഇങ്ങനെ കഴുകിയതിന് ശേഷം 2 പ്രാവശ്യം നമ്മളത് വീണ്ടും കഴുകുക. എന്നിട്ട് അതിന് നല്ലതുപോലെ നെകക്കെ കുറച്ചുകൂടെ പൊങ്ങി കിടക്കുന്നത് പോലെ വെള്ളമൊഴിച്ച് അവിടെ വയ്ക്കുക. രാവിലെ ഒരു 10 മണിക്ക് വെക്കുന്ന അരി ഒരു 4 മണിയാകുമ്പോൾ നമുക്ക് അരയ്ക്കാം. ഒരു 11 മണി 12 മണിയാകുമ്പോഴാണ് നമ്മൾ ഇടുന്നതെങ്കിൽ അതൊരു 6 മണിയാകുമ്പോൾ നമുക്ക് അരയ്ക്കാം. അങ്ങനെ അത് അരയ്ക്കാനേ നമ്മൾ എടുക്കുമ്പോൾ കഴുകി അതെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു. ആ കൂട്ടത്തിൽ വെള്ളയപ്പത്തിനാണെങ്കിൽ നമ്മൾ തേങ്ങാപ്പീരയും അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3-4 വെളുത്തുള്ളി, ഒരു 3-4 ചുവന്നുള്ളി, ഒരു പിടി ജീരകം, ഒരു പിടി ചോറ്. അത് ചോറ് ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അപ്പത്തിന് നല്ല മയം കിട്ടുന്നതിന് വേണ്ടിയാണ്. ചോറ് ചേർത്താൽ ഒരു സ്പെഷ്യൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് കിട്ടും. അങ്ങനെ തേങ്ങ ചിരകിയത്, ചുമന്നുള്ളി 3-4 എണ്ണം, വെളുത്തുള്ളി അല്ലി 3-4 എണ്ണം, ഒരു പിടി ജീരകം, ഇവ ഇതിനകത്തേക്ക് ചേർത്ത് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കള്ളും ഇതിലേക്ക് ചേർത്ത്, മറ്റ് വെള്ളം ഒന്നും ചേർക്കണ്ട, ഈ കള്ള് മാത്രം ചേർത്ത് നന്നായി നേർമയായി അരച്ചെടുക്കുക. അത് നമ്മളൊരു പാത്രത്തിലേക്ക് പകർന്ന് നന്നായി ഇളക്കി അവിടെ വെക്കുക. ഇനി നമ്മൾ പാലപ്പമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നതെങ്കിലും അരി അരച്ച് വയ്ക്കുമ്പോൾ അതിനകത്ത് ചിരകിയ തേങ്ങയും അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പിടി ചോറും മാത്രം ഇട്ട് അരച്ച് വയ്ക്കുക. വീണ്ടും നമ്മൾ ഉണ്ടാക്കാൻ സമയമാകുമ്പോൾ പാലപ്പത്തിന് അത് ഒഴിക്കാനുള്ള ലൂസ് അതിനായിട്ടില്ലെങ്കിൽ, മാവിന് അതിൻ്റെ ആ ഇത് വന്നിട്ടില്ല എങ്കിൽ, ഒഴിക്കാനുള്ള രീതിയിൽ ആയിട്ടില്ല എങ്കിൽ നമ്മൾ രാവിലെ അല്പം തേങ്ങ ചിരകിയെടുത്ത് അത് പിഴിഞ്ഞ് ആ വെള്ളവും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് ഉണ്ടാക്കുക. വട്ടയപ്പത്തിനാവുമ്പോൾ രാവിലെ നമ്മൾ ആ അരച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒന്നും ചേർക്കണ്ട, ഏലക്ക പൊടിച്ചതും ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് ഈ തലേദിവസം തേങ്ങ ചിരകിയത് മാത്രം ചേർത്ത് തേങ്ങാപ്പീര ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന ഈ മാവിലേക്ക് ഈ ഏലക്കാപ്പൊടിയും ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് പഞ്ചസാര, അതിനാവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് ഇളക്കി നമുക്ക് അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ അല്ലെങ്കിൽ പ്ലേറ്റിലേക്ക് ഒഴിച്ച് അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഇങ്ങനെ നാം ഉണ്ടാക്കിയെടുക്കുന്ന അപ്പം, വെള്ളയപ്പം, പാലപ്പം, വട്ടയപ്പം, ഇത് 3 വളരെ സോഫ്റ്റായിട്ടുള്ളതും വളരെ രുചിയായിട്ടുള്ളതും, അതായത് നമ്മൾ നല്ല തെങ്ങിൽ നിന്ന് ചെത്തിയെടുത്ത കള്ള് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള അപ്പം, വെള്ളയപ്പമാണെങ്കിലും പാലപ്പമാണെങ്കിലും വട്ടയപ്പമാണെങ്കിലും നമുക്ക് അതേ ടേസ്റ്റ്, രുചി, നല്ല അനുഭവത്തിൽ നല്ല നേർമയുള്ള നല്ല രുചിയുള്ള അപ്പം നമുക്ക് കഴിക്കാം. മൾബറിയുടെ മധുരം ലളിതമാക്കുന്ന മധുരക്കള് നാളികേരത്തെ നാനാവിധമാക്കി നാരുപോലിറങ്ങുന്ന തേങ്ങാവെള്ളത്തിൽ പാമ്പാടി രാജൻ കുതിക്കുന്ന പച്ചക്കരിമ്പിൻ പാടത്തിൽ നിന്ന് എവിടെയോ പോയി ഇവിടെ വരുന്ന വെളുവെളുത്ത പഞ്ചാരത്തരികൾ ചേർത്തൊരു പകൽ പുറത്തും പിന്നെ ഫ്രിഡ്ജിനകത്തും വെച്ചാൽ ദാ തെങ്ങിൽ നിന്നിപ്പോ ചെത്തിയ കള്ളിന്റെ മാതിരി മധുരക്കള്ള് നമുക്ക് മുമ്പിൽ റെഡിയായി. മായവുമില്ല മാരിയുമില്ല, മധുവിധമാർന്ന മധുരക്കള്ള് മാത്രം. സ്പോഞ്ച് പോലുള്ള വെള്ളയപ്പം, പാലപ്പം, വട്ടയപ്പം തയ്യാറാക്കാൻ ഇതിലും താണതരമേ തലശ്ശേരിയിലുള്ളൂ. അസൽ തെങ്ങിൻ കള്ളിനെ വെല്ലുന്ന തെങ്ങിൻ മധുരക്കള്ള്. ചന്തയിൽ ചന്തമായിരിക്കുന്ന ഹോമിയോ ഗുളികകൾ പോലത്തെ ഈസ്റ്റോ, കുമ്മായം പോലിരിക്കുന്ന സോഡാപ്പൊടിയോ, കള്ളശാപ്പിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിവെള്ളം കലക്കിയ കള്ളോ ചേർത്തിനി അപ്പത്തിന്റെ രുചി കളയല്ലേ.